ഇതിൽ ഈ ഇവിടെ വരുമ്പോൾ കഴിഞ്ഞ വർഷം വരുമ്പോൾ ഈ നാട്ടുകാർക്കൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. എന്തെന്നിപ്പോൾ ഇതൊരു ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടി ആകാം പ്രശ്നമാവുമോ, തോട് വെട്ടുമോ, ഇനി ഇവിടെ കൃഷി ചെയ്യാൻ പറ്റൂലേ എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത് ഇവിടെ കുറേ വർഷമായിട്ട് തരിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ആദ്യമായിട്ട് കൃഷി ചെയ്തത് പറഞ്ഞ പിന്നെ. കാരണം നാട്ടുകാർ പിന്നെ ഇങ്ങനെയൊന്നും വരുമെന്ന് വിചാരിച്ചില്ല. നല്ലൊരു അഭിപ്രായം ഇപ്പോഴത്. ആദ്യം പിന്നെ വരുമ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ, പുറത്തുനിന്ന് വെച്ചാൽ ഇത് പിന്നെ ഇനി ഇവിടെ ഒന്നും നടക്കൂല എന്നുള്ളൊരു ധാരണ ചില ആൾക്കാർ കർഷകർക്ക് ഉണ്ടായിരുന്നു, കൃഷിക്കാർക്ക്. ഇത് വന്നാൽ പിന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഇത്രപ്പുരം കൃഷി ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന കൃഷിയിലും ഇപ്പം ചെയ്താണ്. ഇനി വരുന്ന ഇത്രയും കൃഷി ഇപ്പോൾ ചെയ്താണ് ഇത് തുടക്കം എന്നുള്ളത്. ഇത് കുറേ കാലം കൃഷി ചെയ്യാനില്ലാത്തതാണ്. അത് വെള്ള സൗകര്യങ്ങളില്ല, വെള്ളം ചില കെട്ടിയാൽ നിൽക്കുന്നില്ല. അപ്പോൾ ഇത് ഇനി വരുന്ന കൃഷി എടുക്കുന്നത് വളരെ വ്യാപകമായിട്ട് എടുക്കാനുള്ള ഉദ്ദേശമാണുള്ളത്. എല്ലാ കൃഷിക്കാർക്കും നല്ല താല്പര്യമാണ്. ഇനിയിപ്പം ഈ രണ്ട് കരയിലുള്ള ആൾക്കാർക്കും കൃഷിയായിട്ട് കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായം എന്നുള്ളത്. പിന്നെ മൊത്തം കൃഷി ചെയ്യാനുള്ളൊരു ആലോചന നടത്തുന്നു. അപ്പോൾ കൃഷിക്കാരുടെ ആവശ്യം ഇത് ഒന്ന് അടുത്തടുത്ത് വേണമെന്നുള്ള അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മാത്രം പോരാ. അപ്പോൾ ഇതിൻ്റെ ഗുണം കണ്ട പിന്നെ ഇതുപോലെ 2-3 നമ്മളെ അടുത്തന്നെ ഇതിൻ്റെ അടുത്തടുത്ത് പ്രദേശത്തായിട്ട് വളർന്നാലും വെള്ളം കിട്ടി നിൽക്കും എന്നുള്ളതല്ലേ. അതുപോലെ തന്നെ കിണറിലാണെങ്കിൽ നല്ല വെള്ളമാണ്. കഴിഞ്ഞ ഈ സമയത്ത് കിണറിൽ നന്ന താഴെയായിരുന്നു ഒരു ലെവലിങ്. ഇപ്പോൾ ഒരുപാട് മേലെയാണ്. ഇതിൻ്റെ മേലെ ഈ പരിസരവാസികൾ ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ ഇതിൻ്റെ വ്യത്യാസങ്ങൾ ഇപ്പം മനസ്സിലാവുന്നുണ്ട്. കഴിഞ്ഞ 1.5 കിലോമീറ്ററിന് വെച്ചാൽ ഇത്ര വെള്ളം ഉണ്ടായില്ല. ഇപ്പം നല്ല വെള്ളമാണ്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്, ഞാൻ ഇതിൻ്റെ ഒരു ഉപഭോക്താവാണ്. ഇനി വന്ന പിന്നെ എൻ്റെ കടലൊക്കെ നല്ല വെള്ളമാണ്. വെള്ളം വേണമെങ്കിൽ വന്ന് നോക്കാം. ഇപ്പം അങ്ങനെയാണ് സ്ഥിതിയുള്ളത്. കാരണം ഇത് ഭൂജല വകുപ്പിന് പ്രത്യേക ഒരു നന്ദി ഈ കാര്യത്തിൽ നമുക്ക് എൻ്റെ വ്യക്തിപരമായിട്ടും ഈ നാട്ടുകാർക്കും എല്ലാം മൊത്തത്തിൽ അഭിപ്രായമുണ്ട്. അത് ഇതുപോലെ ഇതാണ് വേണ്ടത്. എന്നാൽ ആദ്യം വരുമ്പോൾ ഇതേ പറഞ്ഞവരുണ്ടെന്നറിയാം, ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പൈസ വെറുതെ കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ അവരെന്നെ പറയില്ലേ ഇത് നല്ലൊരു പരിപാടിയാണെന്നുള്ള തിരിച്ച് ജനങ്ങൾക്ക് ബോധ്യമായി. ഇനിയിപ്പം അടുത്ത കൃഷി നല്ല വ്യാപകമായിട്ട് ചെയ്യാനും ഈ പ്രദേശത്തുകാർക്ക് വളരെ ഗുണമുള്ളൊരു പരിപാടിയാണ്. ഇനിയും ഇതുപോലെ വേണമെന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്.